الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له اللهم لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك اللهم لا نحصي ثناء عليك أنت كما أثنيت على نفسك ولك الحمد حتى ترضى وصلى الله وسلم على سيدنا محمد وعلى آله وأصحابه ومن اهتدى بهديه وجاهد في سبيله إلى يوم الدين أيها الناس أوصيكم عباد الله بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والعصر إن الإنسان لفي خسر إلا الذين آمنوا وعملوا الصالحات وتواصوا بالحق وتواصوا بالصبر صدق الله العلي العظيم. ബഹുമാന്യരായ സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ടും ഭയന്നുകൊണ്ടും അവന്റെ കൽപ്പനകൾ ജീവിതത്തിൽ പാലിച്ചുകൊണ്ടും അവനെ വീണ്ടും കണ്ടുമുട്ടാൻ പരിശ്രമിക്കണമെന്ന് ആദ്യമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഒരു സത്യവിശ്വാസി അല്ലാഹുവിന്റെ ദീനിനെ പ്രതിനിധീകരിക്കുന്നവനാണ്. അവന്റെ ജീവിതത്തിൽ അല്ലാഹുവിന്റെ ദീൻ എന്താണോ അവനോട് താല്പര്യപ്പെടുന്നത് അത് മുറുകെ പിടിക്കാൻ അവൻ ബാധ്യസ്ഥനാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഉണർത്തുന്ന ഒരു കാര്യമുണ്ട്. വലൗ അന്ന അഹ്ലൽ ഖുറ ആമനു വത്തഖൗ ലഫതഹ്ന അലൈഹിം ബറകാത്തിൻ മിനസ് സമാഇ വൽ അർദ്. ഒരു രാജ്യവാസികൾ അവരെ അല്ലാഹുവിൽ വിശ്വസിക്കുകയും അവനെ ഭയന്നുകൊണ്ടും സൂക്ഷിച്ചുകൊണ്ടും ജീവിക്കുകയും ചെയ്യുകയാണ് എങ്കിൽ ആകാശത്ത് നിന്നും ഭൂമിയിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അനുഗ്രഹവർഷങ്ങൾ അവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കും. അല്ലാഹുവിനെ ഭയന്ന് അല്ലാഹുവിന്റെ കൽപ്പനകൾ പാലിച്ച് അല്ലാഹുവിനെ സൂക്ഷിച്ച് അവന്റെ വിശ്വാസികളായ ദാസന്മാരായി ഒരു സമൂഹം ജീവിച്ചാൽ ആ സമൂഹത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്തു കൊടുക്കുന്ന അനുഗ്രഹത്തെ സംബന്ധിച്ചാണ് ഇവിടെ പറഞ്ഞത്. അതിൽ പറയുന്നു, ലഫതഹ്ന അലൈഹിം ബറകാത്തിൻ മിനസ് സമാഇ വൽ അർദ്, ആകാശങ്ങളിൽ നിന്നും ഭൂമിയിൽ നിന്നുമുള്ള അനുഗ്രഹങ്ങൾ നാം അവർക്ക് തുറന്നു കൊടുക്കും എന്ന്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീൻ മനുഷ്യന്റെ പരലോകമോക്ഷത്തിന്, പരലോകത്ത് നമ്മുടെ ജീവിതത്തിൽ വിജയം കൈവരിക്കാൻ വളരെ നിർബന്ധമാണ്, അനിവാര്യമാണ്. അതുകൂടാതെ അത് സാധ്യമല്ല. അത് നമ്മൾ അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരു കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിനെ നമ്മൾ മുറുകെ പിടിക്കുമ്പോൾ ദുനിയാവിലെ എന്തെല്ലാം പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ നമുക്ക് നേരിടേണ്ടി വന്നാലും അത് ദുനിയാവോടുകൂടി അവസാനിക്കുമെന്നും ഇതിനപ്പുറം ഒരു ലോകം വരാനുണ്ട്. ആ ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദാസന്മാർക്ക് അവരുടെ കർമ്മത്തിന് അനുസൃതമായ അല്ല അതിനേക്കാൾ കൂടുതലായ കണക്കില്ലാത്ത രീതിയിലുള്ള പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകും എന്ന് ഓരോ സത്യവിശ്വാസിയും അടിയുറച്ച് വിശ്വസിക്കുന്നു. പരലോകത്തെ സംബന്ധിച്ചുള്ള നമ്മുടെ വിശ്വാസം അതാണ്. നമ്മുടെ പ്രവർത്തനങ്ങൾ ഒരിക്കലും തന്നെ പാഴായി പോവുകയില്ല. ഇന്നല്ലാഹ ലാ യുദിഉ അജ്റൽ മുഹ്സിനീൻ, സൽക്കർമ്മം ചെയ്യുന്നവരുടെ പ്രതിഫലത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല പാഴാക്കി കളയുകയില്ല. അത് നമുക്ക് കിട്ടുക തന്നെ ചെയ്യും. എന്നാൽ അതോടൊപ്പം തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് വാഗ്ദാനം ചെയ്യുന്ന ഒരു കാര്യമാണ്, ഭൂമിയിലും അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് ചൊരിഞ്ഞു തരും. ലഫതഹ്ന അലൈഹിം ബറകാത്തിൻ മിനസ് സമാഇ വൽ അർദ്, ആകാശത്ത് നിന്നും ഭൂമിയിൽ നിന്നുമുള്ള ബർക്കത്തുകളും അനുഗ്രഹങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് നൽകുന്നതാണ്, തുറന്നു തരുന്നതാണ് എന്ന്.
പക്ഷേ അതിനുള്ള ഉപാധി എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ അള്ളാഹുവിന്റെ കൽപ്പനകളെ മുറുകെ പിടിച്ച് അള്ളാഹുവിന്റെ നിർദ്ദേശങ്ങൾ പാലിച്ച് അള്ളാഹു പറഞ്ഞതുപോലെ ജീവിക്കണം. അങ്ങനെ ജീവിക്കാൻ നിങ്ങൾക്ക് സന്നദ്ധത ഉണ്ട് എങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ വാഗ്ദാനം പൂർത്തീകരിക്കും. പരിശുദ്ധ ഖുർആൻ അള്ളാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളെ 2 ചുമതലകൾ ഏൽപ്പിക്കുന്നുണ്ട്. 2 കാര്യങ്ങളാണ് അവരുടെ ബാധ്യതയായിട്ട് എടുത്തു പറയുന്നത്. ആ 2 കാര്യങ്ങൾ ചെയ്യുന്നില്ല എങ്കിൽ അവർ നഷ്ടപ്പെട്ടവരാണ്, പരാജയത്തിലാണ്. നേരത്തെ ആദ്യമായി നമ്മൾ കേട്ട സൂറത്ത്, നമുക്കെല്ലാവർക്കും മനഃപ്പാടമുള്ള ആ സൂറത്തിൽ അള്ളാഹു പറയുന്ന കാര്യം അതാണ്. വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ. തീർച്ചയായും എല്ലാ മനുഷ്യരും വമ്പിച്ച പരാജയത്തിലാണ്. ആ പരാജയത്തിൽ നിന്ന് വിജയം കൈവരിക്കണമെന്നുണ്ട് എങ്കിൽ, ആ പരാജയത്തിൽ നിന്ന് മോചനം നേടണമെന്നുണ്ട് എങ്കിൽ അതിന് ചില ഉപാധികളുണ്ട്, ചില സവിശേഷതകളുണ്ട്. ആ സവിശേഷതകൾ ആർക്കാണോ ഉള്ളത് അവർ ഒഴികെ എന്ന് പറഞ്ഞുകൊണ്ട് അവരെ അള്ളാഹു മാറ്റി നിർത്തും. ഇല്ലല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്തി വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ് സബ്ർ. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവർ എന്നാദ്യം പറഞ്ഞു. പിന്നീട് പറഞ്ഞു ഈ വതവാസൗ ബിൽ ഹഖ്, ഈ സത്യം അവർ പരസ്പരം ഉപദേശിച്ചു. ആ സത്യമാർഗത്തിൽ നേരിടുന്ന എല്ലാ പ്രയാസങ്ങളെയും സഹിക്കാനും എല്ലാ പ്രതിബന്ധങ്ങളെയും തരണം ചെയ്യാനും അവർ പരസ്പരം ഉപദേശിച്ചു. ഈ സ്വഭാവം ഇല്ലാത്തവരെല്ലാം പരാജയത്തിൽ കലാശിക്കുന്നവരാണ്, അവരുടെ ജീവിതം നിഷ്ഫലമാകുന്നതാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. അപ്പോൾ ഇതിൽ 2 വശമാണ്, 2 കാര്യങ്ങളാണ് സുപ്രധാനമായിട്ട് എടുത്തു പറയുന്നത്. ഒന്ന്, അള്ളാഹുവിൽ വിശ്വസിക്കുക, അള്ളാഹുവിന്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കുക. ഓരോ വ്യക്തിക്കും നിർബന്ധമായി തീരുന്ന ഒരു ബാധ്യതയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഭയപ്പെടുക, അവന്റെ കൽപ്പനകൾ പാലിക്കുക, അവൻ പറഞ്ഞതുപോലെ ജീവിക്കുക. ഇത് ആദ്യമായി ഒന്നാമത്തെ ബാധ്യതയായി എടുത്തു പറഞ്ഞു. തുടർന്നുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന കാര്യം വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ് സബ്ർ എന്നാണ്. ഈ സത്യം നിങ്ങൾ സ്വയം അംഗീകരിക്കുന്നത് പോലെ തന്നെ ഇത് മനുഷ്യരാശിക്ക് പകർന്നു കൊടുക്കാനുള്ള ഒരു ബാധ്യത കൂടി നിങ്ങൾക്കുണ്ട്. ഇതുകൂടി നിങ്ങൾ നിർവഹിക്കുമ്പോഴാണ് നിങ്ങൾ യഥാർത്ഥ സത്യവിശ്വാസിയായിത്തീരുന്നത്. ഞാനേതായാലും രക്ഷപ്പെട്ടു, എനിക്കേതായാലും സത്യം കണ്ടെത്താൻ സാധിച്ചു, അത് ഞാൻ അനുസരിച്ചുകൊണ്ട് ജീവിച്ചു മുന്നോട്ട് പോകുന്നു എന്ന് സമാധാനം അടയരുത്. അത് ഏറ്റവും അനിവാര്യമായി വേണ്ടതാണ്. അതില്ലാതെ കണ്ട് ആർക്കും തന്നെ രക്ഷപ്പെടാൻ സാധ്യമല്ല. സത്യം എന്താണെന്ന് അംഗീകരിക്കുക, സ്വീകരിക്കുക, അതനുസരിച്ചുകൊണ്ട് ജീവിക്കുക. അത് ഓരോ വ്യക്തിയും നിർബന്ധമായും ചെയ്യേണ്ട ബാധ്യതകളിൽ പെട്ടതാണ്. പക്ഷെ അതോടൊപ്പം തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിർദ്ദേശിക്കുന്നത് ഈ സത്യം, ബോധ്യപ്പെട്ട സത്യം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുകയും മറ്റുള്ളവരെ കൂടി അതിലേക്ക് ക്ഷണിക്കുകയും ചെയ്യുക. ഇതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രയോഗിച്ച ശൈലി തവാസി എന്ന അറബി ഭാഷയിൽ പറയുന്ന ആ പദപ്രയോഗമാണ്. തവാസി എന്ന് പറഞ്ഞാൽ പരസ്പരം ഉപദേശിക്കുക എന്നുള്ളതാണ്. ഇതിൽ ഒരു നിലക്കും തന്നെ ബലപ്രയോഗത്തിന്റെയോ അല്ലെങ്കിൽ ശക്തി ചെലുത്തുന്നതിന്റെയോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ബലാത്കാരത്തിന്റെയോ ഒരു പ്രശ്നം ഉദിക്കുന്നേയില്ല. ഇത് എല്ലാ മനുഷ്യർക്കും ചെയ്യാൻ സാധിക്കുന്നതും ഓരോരുത്തരും ചെയ്യാൻ അവർക്ക് സാധിക്കുന്ന രീതിയിൽ നിർവഹിക്കേണ്ടതുമായ ഒരു ബാധ്യതയായിട്ടാണ് അള്ളാഹു എടുത്തു പറയുന്നത്. പരസ്പരം ഉപദേശിക്കുക. തവാസി എന്ന് പറയുന്ന ആ പദം തന്നെ വളരെ ഒരു സൗമ്യമായ ശൈലിയെയാണ് സൂചിപ്പിക്കുന്നത്. അള്ളാഹുവിന്റെ ദീനിന്റെ ഈ വെളിച്ചം അത് നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലാക്കാനുള്ള സൗഭാഗ്യമുണ്ടായി. ആ സൗഭാഗ്യം മറ്റുള്ളവർക്ക് കൂടി പകർന്നു കൊടുക്കാൻ നിങ്ങൾ ഉചിതമായ, ഏറ്റവും സ്വീകാര്യമായ, ഏറ്റവും ലളിതമായ, ആർക്കും തന്നെ അരോചകമാവാത്ത രീതിയിലുള്ള ശൈലിയും നയവും സ്വീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കണം. ഇതുകൂടി നിങ്ങളുടെ ബാധ്യതയാണ്. അതുകൂടി നിങ്ങൾ നിർവഹിച്ചിട്ടില്ല എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ബാധ്യതകൾ തീർത്തവരല്ല. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും എല്ലാ അമ്പിയാക്കന്മാരോടും അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതും ഈ കാര്യമാണ്. ഫദക്കിർ ഇന്നമാ അൻത മുദക്കിർ. നീ ആളുകളെ ഓർമ്മപ്പെടുത്തുക, അവരെ ബോധവൽക്കരിക്കുക. നീ ഒരു ബോധവൽക്കരിക്കുന്നവൻ മാത്രമാണ്. ലസ്ത അലൈഹിം ബിമുസൈത്തിർ. അവരുടെ മേലിൽ ആധിപത്യം ചമയുന്നവനോ
ശക്തി പ്രയോഗിക്കുന്നവനോ അവരെ അതിലേക്ക് വലിച്ചഴിച്ചു കൊണ്ടുവരുന്നവനോ അല്ല നീ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. എല്ലാ അമ്പിയാക്കന്മാരും അവരുടെ നിലപാട് എന്താണ് എന്ന് വ്യക്തമാക്കിക്കൊണ്ട് പരിശുദ്ധ ഖുർആൻ പറയുന്നു, വമാ അലൈനാ ഇല്ലൽ ബലാഗ്, വമാ അലൈനാ ഇല്ലൽ ബലാഗ്, ഞങ്ങൾ ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരിക, വിശദീകരിച്ചു തരിക, എന്താണ് എന്ന് മനസ്സിലാക്കി തരിക, ഇത് മാത്രമേ ഞങ്ങളുടെ ബാധ്യതയായിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു കാര്യം നിർവഹിക്കാൻ സത്യവിശ്വാസികൾക്ക് ബാധ്യതയുണ്ട്. അത് ഏത് പരിസ്ഥിതിയിലും ഏത് സാഹചര്യത്തിലും ആണോ നിങ്ങൾ കഴിയുന്നത്, ആ സാഹചര്യങ്ങളും പരിസ്ഥിതികളും ഒക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ ബാധ്യത നിർവഹിക്കാൻ ഓരോ സത്യവിശ്വാസിയും സന്നദ്ധമാവേണ്ടതുണ്ട്. പലപ്പോഴും തന്നെ വളരെ രൂക്ഷമായ രൂപത്തിലുള്ള പ്രതികരണങ്ങളായിരിക്കും ഇതിനുപോലും സംഭവിക്കുക. നിങ്ങൾ എത്ര നിർമ്മലമായ ശൈലി സ്വീകരിച്ചാലും, നിങ്ങൾ എത്ര നിർമ്മലമായ ശൈലി സ്വീകരിച്ചാലും, നിങ്ങൾ എത്ര സൗമ്യതയുടേതായ ശൈലികൾ സ്വീകരിച്ചാലും, നിങ്ങൾ എത്ര കണ്ട് വിവേകത്തോടും തന്റേടത്തോടും കൂടി പെരുമാറിയാലും എതിരാളികൾ പലപ്പോഴും തന്നെ അതേ ലൈന് തന്നെ സ്വീകരിച്ചു കൊള്ളണമെന്നില്ല. പലപ്പോഴും അതിനെ ആ രൂപത്തിലായിരിക്കില്ല നേരിടുക. നിങ്ങളെ ഈ സന്മാർഗത്തിൽ നിന്ന് അകറ്റി നിർത്താനും ജനങ്ങളിലേക്ക് ഈ വെളിച്ചം പകരുന്നതിനെ ഇല്ലാതെയാക്കാനും വേണ്ടി അവർ എല്ലാ അടവുകളും എല്ലാ തന്ത്രങ്ങളും പ്രയോഗിക്കുന്നതാണ്. ആരോപണങ്ങൾ ഉന്നയിക്കും, കള്ളക്കഥകൾ പ്രചരിപ്പിക്കും, അതുപോലെ തന്നെ നിങ്ങൾ അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നു എന്നുള്ള തരത്തിലുള്ള പല ജാതി ആരോപണങ്ങളും നിങ്ങൾക്കെതിരിൽ കെട്ടിച്ചമച്ചുകൊണ്ടിരിക്കും. പ്രവാചകന്മാരുടെയും സാത്വികരായ മഹാന്മാരുടെയും ഒക്കെ ചരിത്രം പരിശോധിച്ചാൽ അതിന്റെ 100 ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. എല്ലാ ശക്തികളും പ്രയോജനപ്പെടുത്തിക്കൊണ്ട്, എല്ലാ തരത്തിലുള്ള കഴിവുകളും ഭൗതികമായ സന്നാഹങ്ങളും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ സത്യദീനിന്റെ വെളിച്ചത്തെ കെടുത്തിക്കളയാൻ അവർ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. പക്ഷേ ആ സന്ദർഭങ്ങളിൽ ഒക്കെ നിങ്ങൾ പ്രകോപിതരാവാൻ പാടില്ല. നിങ്ങൾ ഒരിക്കലും തന്നെ അതേ നാണയത്തിൽ തിരിച്ചടിക്കുന്ന ഒരവസ്ഥ നിങ്ങൾക്കുണ്ടാവാൻ പാടില്ല. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രബോധകന്മാരുടെ ശൈലിയായി നിർണയിച്ചു കൊടുത്തതാണ്. ഉദൂ ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മത്തി വൽ മൗഇളത്തിൽ ഹസന. അല്ലാഹുവിന്റെ മാർഗത്തിലേക്ക് നിങ്ങൾ ദഅവത്ത് നടത്തേണ്ടത് വളരെ യുക്തിപൂർണമായിരിക്കണം, അത് വളരെ വിവേകത്തോടു കൂടിയായിരിക്കണം, സതുപദേശത്തോടു കൂടിയായിരിക്കണം. ഈ മനുഷ്യൻ എനിക്ക് നന്മയാണ് കാക്ഷിക്കുന്നത്, എന്റെ രക്ഷയാണ് ഇയാളുടെ താല്പര്യം, എന്റെ ഗുണത്തിനു വേണ്ടിയാണ് ഇയാൾ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് എന്ന് ഏറ്റവും കടുത്ത എതിരാളികൾക്ക് പോലും ബോധ്യപ്പെടുന്ന രീതിയിലായിരിക്കണം നിങ്ങൾ ഈ കാര്യം പറയുന്നത്. അങ്ങനെ ആ രൂപത്തിൽ അള്ളാഹുവിന്റെ ദീനിന്റെ കാര്യങ്ങൾ പറയാനുള്ള സൗകര്യവും സാഹചര്യവും എത്രത്തോളം കിട്ടുന്നുവോ അത്രത്തോളം നിങ്ങൾ ഉപയോഗിച്ചേ തീരൂ. നിങ്ങൾ ഒരിക്കലും തന്നെ മറ്റുള്ളവരുടെ മുന്നിൽ അടിയറവുകൾ പറയരുത്. ഇത് പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്ന ഒരു പാഠമാണ്. പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് ആ കാര്യം നമ്മെ ബോധ്യപ്പെടുത്തി തരുന്നു. ഏറ്റവും വിശദീകരണത്തോടുകൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ഒരു പ്രവാചകനാണ് മൂസാ നബി അലൈഹിസ്സലാം. ഈ മൂസാ നബി അലൈഹിസ്സലാമയെ ഫിർഔനിന്റെ അടുത്തേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിക്കുകയാണ്. മൂസാ നബി അലൈഹിസ്സലാമയെയും ഹാറൂൻ നബിയെയും ഇദ്ഹബ് ഇലാ ഫിർഔന ഇന്നഹു തഗാ ഫഖുൽ ഹൽ ലക ഇലാ അൻ തസക്ക വഅഹദിയക ഇലാ റബ്ബിക ഫതഖ്ഷ. നീ മൂസായുടെ അടുത്തേക്ക് നീ ഫിർഔനിന്റെ അടുത്തേക്ക് ചെല്ലുക എന്ന് മൂസാ നബി അലൈഹിസ്സലാമയോട് പറയുന്നു. ഇദ്ഹബ് ഇലാ ഫിർഔൻ ഇന്നഹു തഗാ, അവൻ മഹാധിക്കാരിയായിരിക്കുകയാണ്, അവൻ മഹാപൊങ്ങച്ചക്കാരനായിരിക്കുകയാണ്, അവൻ എല്ലാ അതിരുകളും തന്നെ ലംഘിച്ചിരിക്കുകയാണ്. തഗാ എന്ന് പറഞ്ഞാൽ ഉണ്ടല്ലോ, വെള്ളപ്പൊക്കം മൂലം ഓരോ വെള്ളവും അതിന്റെ എല്ലാ പരിധികളും ലംഘിച്ചുകൊണ്ട് വമ്പിച്ച പ്രളയമുണ്ടാകുന്ന ഒരു അവസ്ഥാവിശേഷം. ഇതിനാണ് തഗാ, തുഗയാൻ എന്ന് പറയുന്നത്. എല്ലാ കരകളും മുട്ടി ഒഴുകുന്ന രീതിയിൽ എല്ലാറ്റിനെയും സംഹരിച്ചുകൊണ്ടുള്ള രീതിയിലുള്ള ഒരു അതിക്രമം, ആ രൂപത്തിലുള്ള ഒരു അവസ്ഥയിലേക്ക് ഫിർഔൻ എത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് ഇദ്ഹബ് ഇലാ ഫിർഔൻ ഇന്നഹു തഗാ ഫഖുൽ ഹൽ ലക ഇലാ അൻ തസക്ക, എന്നിട്ട് പോയിട്ട് അവിടെ പോയി പറയേണ്ടത് എന്താണ്? ഇലാ അൻ തസക്ക, നിനക്ക് ഒരു ശുദ്ധമായ ജീവിതം, താങ്കൾക്ക് ഒരു ശുദ്ധമായ ഒരു ജീവിതം നയിച്ചുകൂടെ? വഅഹദിയക ഇലാ റബ്ബിക ഫതഖ്ഷ, താങ്കളുടെ രക്ഷിതാവ്, ലോകരക്ഷിതാവായ സൃഷ്ടികർത്താവ്, ആ സൃഷ്ടികർത്താവിന്റെ വഴി ഞാൻ താങ്കൾക്ക് പറഞ്ഞു തരട്ടെയോ? ആ സൃഷ്ടികർത്താവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്നതാണ് നിനക്ക് നിന്റെ ജീവിതത്തിന് ഗുണകരം.
അതിലാണ് രക്ഷയുള്ളത് എന്ന കാര്യം, എന്ന സന്ദേശം ഫിർഔനിന് എത്തിച്ചു കൊടുക്കാനാണ് മൂസാ നബി അലൈഹി സ്വലാമയോട് പറയുന്നത്. ഇദ്ഹബാ ഇലാ ഫിർഔന ഇന്നഹു തഗാ ഫഖൂലാ ലഹു ഖൗലൻ ലയ്യിനൻ ലഅല്ലഹു യതദക്കറു ഔ യഖ്ശാ എന്ന് മൂസാ നബിയോടും ഹാറൂൻ നബിയോടും അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റൊരു സ്ഥലത്ത് പറയുന്നുണ്ട്. ഇദ്ഹബാ ഇലാ ഫിർഔൻ, നിങ്ങൾ രണ്ടുപേരും കൂടി ഫിർഔന്റെ അടുത്തേക്ക് പോകൂ. ഇന്നഹു തഗാ, അവൻ വളരെയേറെ അതിക്രമകാരിയായി ചമഞ്ഞിരിക്കുകയാണ്. ഫഖൂലാ ലഹു ഖൗലൻ ലയ്യിന, എന്നിട്ട് വളരെ മൃദുലമായ വാക്കുകൾ നിങ്ങൾ അവനോട് പറയണം. അവന്റെ ആ ശൈലി, അവന്റെ ആ പ്രവർത്തനങ്ങൾ, അവന്റെ അതേ രീതി അത് നിങ്ങൾ സ്വീകരിക്കരുത്. അത് ഗുണം ചെയ്യുകയില്ല. ഒരാൾക്കെങ്കിലും ഒരു വെളിച്ചം, ആ വെളിച്ചത്തിന്റെ ഒരു ചെറിയ രശ്മി എത്തിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ബാധ്യത. അയാളെ ഈ വെളിച്ചത്തിൽ നിന്ന് അകറ്റുക എന്നുള്ളതല്ല, ഇത് നിങ്ങൾ മനസ്സിലാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് മൂസാ നബി അലൈഹി സ്വലാമയെയും ഹാറൂൻ നബി അലൈഹി സ്വലാമയെയും ഫിർഔനിന്റെ അടുത്തേക്ക് പറഞ്ഞയക്കുന്ന ചരിത്രം നമ്മൾ പലതവണ കേട്ടതാണ്. മൂസാ നബി അലൈഹി സ്വലാം ഫിർഔനിന്റെ അടുത്ത് ചെല്ലുന്നു, ഫിർഔനോട് ഈ കാര്യങ്ങളൊക്കെ പറയുന്നു. ഫിർഔൻ വലിയ വെല്ലുവിളികളൊക്കെ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ മൂസാ നബി അലൈഹി സ്വലാമയുമായിട്ട് വമ്പിച്ച തരത്തിലുള്ള മത്സരങ്ങളിൽ ഏർപ്പെടുന്നു. ഈ മത്സരങ്ങളിലൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സഹായത്തോടു കൂടി മൂസാ നബി അലൈഹി സ്വലാമയും അദ്ദേഹത്തിൽ വിശ്വസിച്ച ആളുകളും വിജയിക്കുന്നു. അവസാനം ഫിർഔൻ ഭീഷണിപ്പെടുത്തുന്നു, നിങ്ങളെ കൊന്നുകളയും എന്നൊക്കെയുള്ള രീതിയിൽ ഭീഷണിപ്പെടുത്തുന്നു. ഇങ്ങനെയൊക്കെയുള്ള പ്രതികൂലമായ സാഹചര്യങ്ങൾ ഉണ്ട് എങ്കിലും മൂസാ നബി അലൈഹിസ്സലാം അവിടെ തന്റെ ദഅവത്തി പ്രവർത്തനങ്ങൾ ഒഴിവാക്കുന്നില്ല. അന്തരീക്ഷം ഇനിയൊന്ന് ശാന്തമാവട്ടെ, അല്ലെങ്കിൽ ഇതൊക്കെ ഒന്ന് അടങ്ങട്ടെ, അതിനുശേഷം അള്ളാഹുവിന്റെ ദീനിന്റെ കാര്യങ്ങളും അള്ളാഹുവിന്റെ ദീനിന്റെ സന്ദേശവുമൊക്കെ പറയാം എന്ന് പറഞ്ഞ് ഇതെല്ലാം തന്നെ മാറ്റി നിർത്തുന്നില്ല. ഇനി കുറച്ച് ഞാൻ ഈ ഫിർഔനിന്റെ കൂടെ കൂടട്ടെ. ഫിർഔൻ പലതരത്തിലുള്ള ആനുകൂല്യങ്ങളും പലർക്കും തന്നെ വീതിച്ചു കൊടുക്കുന്നുണ്ട്. അത് കുറച്ച് ഞാനും അനുഭവിക്കട്ടെ, അന്തരീക്ഷമൊക്കെ ശരിയാകുമ്പോൾ ദീനിന്റെ പ്രവർത്തനങ്ങളുമായിട്ട് ഇറങ്ങാം എന്നും മൂസാ നബി അലൈഹിസ്സലാം വെക്കുന്നില്ല. നേരെ മറിച്ച് മൂസാ നബി അലൈഹിസ്സലാം തന്റെ അനുയായികളും ഒത്തുകൊണ്ട് സാധിക്കുന്ന രീതിയിലുള്ള ദീനീ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നിർവഹിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എല്ലാ രംഗങ്ങളിലും എത്ര കണ്ട് ദീനിനെ പ്രയോഗവൽക്കരിക്കാനും ദീനിന്റെ കൽപ്പനകൾ മുറുകെ പിടിക്കാനും സാധിക്കുന്നുവോ അത്ര കണ്ട് ചെയ്യുക എന്ന നിലപാടിലാണ് മൂസാ നബി അലൈഹിസ്സലാം ഉള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവസാനമായിട്ട് പറയുകയാണ്, ഇജ്അലൂ ബുയൂതക്കും ഖിബ്ലതൻ വഅഖീമുസ്സലാ, നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ വെച്ച് തന്നെ അത് തന്നെ കേന്ദ്രങ്ങളായിക്കൊണ്ട് സ്വീകരിച്ചുകൊണ്ട് നിങ്ങൾ നമസ്കാരം നിലനിർത്തുവിൻ എന്ന് മൂസാ നബി അലൈഹിസ്സലാമയുടെ അനുയായികളോട് പറയുന്നു. അത്ര നിങ്ങൾക്ക് സാധിക്കുകയുള്ളൂ. പരസ്യമായ ഒരു ആരാധനാലയം പണിയാനോ പരസ്യമായ രീതിയിൽ ഇസ്ലാമികമായ ആരാധനാ കർമ്മങ്ങൾ നടത്താനോ നിങ്ങൾക്ക് സാധ്യമല്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ വെച്ചുകൊണ്ട് തന്നെ നമസ്കാരം നിലനിർത്തുന്ന സംവിധാനം ഉണ്ടാക്കുക എന്ന് മൂസാ നബി അലൈഹിസ്സലാം തന്റെ അനുയായികളോട് പറയുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കാര്യം വിശുദ്ധ ഖുർആനിൽ നമുക്ക് പറഞ്ഞു തരുന്നു. അപ്പോൾ അത്രേ നിങ്ങൾക്ക് സാധിക്കുകയുള്ളൂ എങ്കിൽ അത്ര കണ്ട് നിങ്ങൾ ചെയ്യുക. അള്ളാഹുവിന്റെ ദീനിനെ എത്ര കണ്ടാണ് നിങ്ങൾക്ക് പ്രയോഗവൽക്കരിക്കാൻ സാധിക്കുന്നത് എങ്കിൽ അത്ര കണ്ട് നിങ്ങൾ ചെയ്യുക. അത് ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു നിലപാട് നിങ്ങൾക്ക് സ്വീകരിക്കാൻ പാടില്ല. ഇതിനൊന്നും തന്നെ അനുകൂലമായ അന്തരീക്ഷമല്ല ഉള്ളത്. ഇതൊന്നും തന്നെ ഇപ്പൊ പറയാൻ പറ്റുകയില്ല. അള്ളാഹുവിന്റെ ദീൻ അതെല്ലാം തന്നെ മടക്കി വെച്ചുകൊണ്ട് നമ്മൾ വേറെ പണിക്ക് പോവുക എന്ന രീതിയിലുള്ള ഒരു നിലപാട് ഒരിക്കലും തന്നെ നിങ്ങൾക്ക് സ്വീകരിക്കാൻ പാടില്ല. അങ്ങനെ ആ ഫിർഔനിന്റെ കീഴിൽ തന്നെ ഫിർഔനിന്റെ അതേ ഭരണത്തിലും അതുപോലെ തന്നെ അവന്റെ എല്ലാ ധിക്കാരങ്ങളും എല്ലാ പീഡനങ്ങളും സഹിച്ചുകൊണ്ട് തന്നെ അവരവരുടെ ദീനീ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ്. ആളുകൾ വേവലാതിപ്പെടുകയാണ്, ആവലാതി പറയുകയാണ്, സങ്കടപ്പെടുകയാണ്. മൂസ ഊദീന മിൻ ഖബ്ലി അൻ തഅതിയനാ വമിൻ ബഅദി അൻ ജിതനാ, അല്ലയോ മൂസ, നീ വരുന്നതിന്റെ മുമ്പ് ഞങ്ങളുടെ സ്ഥിതി തന്നെ, നീ വന്നതിന് ശേഷവും ഇത് തന്നെയാണ് സ്ഥിതി. ഒരു രക്ഷയുമില്ലല്ലോ. ഇവൻ എത്ര കാലമായി, എത്ര പതിറ്റാണ്ടുകളായി ഞങ്ങളെ പീഡിപ്പിക്കാൻ തുടങ്ങിയിട്ട്. നീ പ്രവാചകനായിക്കൊണ്ട് വരുന്നതിന് മുമ്പ് തുടങ്ങിയതാണ് ഈ അക്രമവും മർദ്ദനവും ഒക്കെ. നീ പ്രവാചകനായി വന്നതിന് ശേഷവും ഇതേ നിലപാട് തന്നെയാണ് തുടർന്നുകൊണ്ടേയിരിക്കുന്നത്. ഇനി എന്താണ് രക്ഷയുള്ളത്?
എന്ന് പറഞ്ഞുകൊണ്ട് അവര് ആ രൂപത്തിൽ അവരുടെ അക്ഷമയും പൊറുതികേടും സഹിക്കാൻ വയ്യാത്ത അന്തരീക്ഷവും ഒക്കെ മൂസാ നബി അലൈഹി സ്വലാമയോട് ആവലാതിപ്പെടുന്നത് പരിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. പക്ഷെ മൂസാ നബി അലൈഹി സ്വലാം അതെല്ലാം ഉള്ളതോടൊപ്പം തന്നെ അള്ളാഹുവിന്റെ ദീനിന്റെ പ്രവർത്തനങ്ങളുമായി സാധിക്കുന്നിടത്തോളമുള്ള രംഗങ്ങളിൽ ദീനിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് തന്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോഴാണ് ഈ മൂസയെയും മൂസയുടെ അനുയായികളെയും ഒന്നും തന്നെ ഇങ്ങനെ വിട്ടേച്ചാൽ പറ്റുകയില്ല. അവരുടെ നേരെ ഗുരുതരമായ നടപടികൾ സ്വീകരിച്ചുകൊണ്ട് ഒന്നാകെ നശിപ്പിക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ അത് അപകടകരമാണ്. ഒരാളായും രണ്ടാളായിട്ടുമൊക്കെ നമ്മുടെ കൂട്ടത്തിൽ നിന്ന് തന്നെ അവനിലേക്ക് ആളുകൾ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ മൂസാ നബി അലൈഹി സ്വലാമിയെ സംബന്ധിച്ചിടത്തോളം ഫിറഔനും ഫിറഔനിന്റെ ആളുകളുമൊക്കെ അഭിപ്രായപ്പെടാൻ തുടങ്ങിയതും പരിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതവറു മൂസ വ ഖൗമഹു ലിയുഫ്സിദു ഫിൽ അർളി വയദറക വ ആലിഹതക. മൂസയെയും മൂസയുടെ ജനതയെയും ഒക്കെ ഭൂമിയിൽ ഇങ്ങനെ കുഴപ്പമുണ്ടാക്കാൻ വേണ്ടി സ്വച്ഛന്തം വിട്ടിരിക്കുകയാണോ? അവർക്ക് സ്വാതന്ത്ര്യം അനുവദിച്ചിരിക്കുകയാണോ? അവർ താങ്കളെയും താങ്കളുടെ ആരാധ്യന്മാരെയും ഒക്കെ ചോദ്യം ചെയ്തുകൊണ്ടും നിഷേധിച്ചുകൊണ്ടുമല്ലേ ഇവിടെ ജീവിക്കുന്നത്? അതുകൊണ്ട് അവരെങ്ങനെ ഇങ്ങനെ സ്വൈരമായിട്ട് വിടാൻ പാടുണ്ടോ എന്നൊക്കെയുള്ള രീതിയിൽ ആളുകൾ ഫിറഔനെ തന്നെ പ്രകോപിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. മൂസാ നബി അലൈഹി ഇസ്ലാമയെയും സത്യവിശ്വാസികളെയും ഒക്കെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കാൻ വേണ്ടി ആ ഫിറഔനെ അവർ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സന്ദർഭത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായി മൂസാ നബി അലൈഹി സ്വലാമയോടും തന്റെ അനുയായികളോടുമൊത്ത് ആ ഈജിപ്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകുന്നത്. വിശദീകരണങ്ങൾ പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അൻ അസ്രി ബി ഇബാദി, എന്റെ അടിമകളുമായി കൊണ്ട് നീ രാത്രി സമയത്ത് പുറപ്പെടുക എന്നുള്ള നിർദ്ദേശമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയത്. എന്റെ അടിമകൾ, എന്നിൽ വിശ്വസിച്ചവരായ ആളുകൾ. ആ കൂട്ടത്തിൽ ബനി ഇസ്രായേല്യരാണ് ബഹുഭൂരിഭാഗം. പക്ഷെ അതുപോലെ തന്നെ ഫിറഔനിന്റെ തന്നെ വംശജരായ ആളുകളും ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു എന്ന് അൻ അസ്രി ബി ഇബാദി എന്നുള്ള പദപ്രയോഗത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ മൂസാ നബി അലൈഹി സ്വലാം ആ പ്രവർത്തനങ്ങൾ അതേപോലെ തന്നെ ഏത് സാഹചര്യത്തിലും തുടർന്നു വരികയും അവിടെ നിൽക്കക്കള്ളിയില്ല എന്ന് വരുമ്പോൾ അത് അവിടെ നിന്ന് പോകാനുള്ള അള്ളാഹുവിന്റെ നിർദ്ദേശം കിട്ടുകയും ചെയ്യുന്നത് വരെ തങ്ങളുടെ ദീനിന്റെ ദൗത്യം നിറവേറ്റുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നു. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ചെയ്തതെന്താണ്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ അള്ളാഹുവിന്റെ ദീനിലേക്ക് ജനങ്ങളെ ക്ഷണിച്ചുകൊണ്ടേയിരുന്നു. അള്ളാഹുവിന്റെ ദീനിന്റെ കാര്യങ്ങൾ അവരോട് പറഞ്ഞുകൊണ്ടേയിരുന്നു. ഏത് രൂപത്തിലാണ് അള്ളാഹുവിന്റെ ദീൻ അനുസരിച്ചുകൊണ്ട് ജീവിക്കേണ്ടത് എന്ന് അവർക്ക് കാണിച്ചു കൊടുത്തുകൊണ്ടേയിരുന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും വിശ്വാസികളായ ആളുകളും ആ ദീനിന്റെ പ്രതീകങ്ങളായിക്കൊണ്ട് അവിടെ കഴിഞ്ഞുകൂടി എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ്. 10-13 വർഷക്കാലം അവർ അതേ ദൗത്യം നിർവഹിക്കുന്നു. മറ്റുള്ളവരൊക്കെ സുഗമമായി വിട്ട് ഇവരിതിന് സ്വാതന്ത്ര്യം നൽകിയതിന്റെ പേരിലല്ല. വലിയ എതിർപ്പുകളുണ്ട്, രൂക്ഷമായ തരത്തിലുള്ള പീഡനങ്ങളുണ്ട്, പല ആളുകളെയും പീഡിപ്പിച്ച് കൊന്നുകളഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എങ്കിലും കിട്ടുന്ന അവസരങ്ങളും കിട്ടുന്ന സാഹചര്യങ്ങളും ഒക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അള്ളാഹുവിന്റെ ദീൻ ഇങ്ങനെയാണ്, ഇന്ന രൂപത്തിലാണ് എന്ന് ജനങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി അതനുസരിച്ചുകൊണ്ട് ജീവിച്ച് ജീവിതത്തിൽ തന്നെ ഇസ്ലാമിന്റെ ഒരു മാതൃക സമർപ്പിച്ചുകൊണ്ട് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാന നിമിഷം വരെ സാധിക്കുന്ന എല്ലാ സാഹചര്യങ്ങളും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവിടെ തന്നെ നിലകൊള്ളുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. അവസാനമായിട്ടാണ് അതിന് പറ്റാത്ത അന്തരീക്ഷം വരുമ്പോഴാണ് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോകുന്നത്. മദീനയിലേക്ക് തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജറ പോകുമ്പോൾ പറയുന്ന ഒരു വാചകം ചരിത്രത്തിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. വല്ലാഹി ഇന്നി ലഅലമു വല്ലാഹി ഇന്നകി അഹബ്ബു ബിലാദില്ലാഹി ഇലയ്യ. മക്കയിലേക്ക് തിരിഞ്ഞു നോക്കിക്കൊണ്ട് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, നീയാണ് അള്ളാഹുവിന്റെ ഭൂമിയിൽ വെച്ച് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട പ്രദേശം. വലൗലാ അന്ന ഖൗമി അഖ്റജൂനി മാ ഖറജ്തു, എന്റെ ഈ ജനത ഈ പ്രദേശത്ത് നിന്ന് എന്നെ പുറത്താക്കിയിട്ടില്ലായിരുന്നുവെങ്കിൽ, പുറത്തു പോകാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലായിരുന്നുവെങ്കിൽ ഞാൻ ഒരിക്കലും ഇവിടം വിട്ടു പോകുമായിരുന്നില്ല എന്ന് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അപ്പോൾ ഇവിടെ നിലനിൽക്കാൻ ഇനി സാധ്യമല്ല എന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ അത് കാരണത്താൽ മാത്രമാണ് ഈ പ്രദേശം വിടാൻ ഞാൻ നിർബന്ധിതനായിരിക്കുന്നത് എന്ന് തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിക്കുന്നു. അപ്പോൾ അതുവരെയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഇസ്ലാമിന്റെ ഒരു വക്താവായി ഇങ്ങനെയാണോ മുസ്ലിമായി ജീവിക്കേണ്ടത് എന്നതിന്റെ ഒരു മാതൃകയായി
അതിനു പറ്റുന്ന അനുയായികളെ സംഘടിപ്പിച്ചുകൊണ്ടുള്ള ദീനീ പ്രവർത്തനങ്ങളിൽ തന്നെ മുഴുകിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പ്രയാസപ്പെടുന്ന സഹാബിമാരോട് നിങ്ങൾ അബിസീനിയയിലേക്ക് പോകണമെന്ന് പറയുന്നുണ്ടല്ലോ. അബിസീനിയയിലേക്ക് പോകണമെന്ന് പറയുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നിങ്ങളുടെ ദീൻ അനുസരിച്ചുകൊണ്ട് കുറെ കൂടി സ്വതന്ത്രമായി ജീവിക്കാൻ പറ്റുന്ന ഒരു അന്തരീക്ഷം അവിടെയുണ്ട്. അവിടുത്തെ രാജാവ് നജാഷി എന്ന് പറയുന്ന രാജാവ്, ആ രാജാവ് ഇത്തരത്തിലുള്ള അക്രമങ്ങൾ ചെയ്യുന്ന ഒരാളല്ല. ആളുകൾക്ക് അവരുടെ വിശ്വാസം വെച്ച് പുലർത്താനും അവരുടെ മതമനുസരിച്ചുകൊണ്ട് ജീവിക്കാനും സ്വാതന്ത്ര്യം നൽകുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് ആ പ്രദേശത്ത് പോയിക്കൊണ്ട് നിങ്ങളുടെ വിശ്വാസത്തെ സംരക്ഷിക്കുക, നിങ്ങളുടെ ആദർശത്തിന്റെ പ്രതീകങ്ങളായിക്കൊണ്ട് നിങ്ങൾ ജീവിക്കുക, അങ്ങനെ എങ്ങനെയാണോ ഇസ്ലാമിനെ പ്രതിനിധീകരിക്കേണ്ടത് ആ രൂപത്തിൽ നിങ്ങൾ അവിടെ പ്രതിനിധീകരിക്കുക എന്നാണ് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സംഘത്തിന്റെ നായകനായ ജഅഫർ ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ആ ജഅഫർ ബിൻ അബീ ത്വാലിബ് നജാഷി രാജാവിന്റെ അടുത്ത് ചെന്നുകൊണ്ട് അഭയം തേടുന്നു. ആ നജാഷി രാജാവിനെ പ്രകോപിപ്പിച്ചുകൊണ്ട് ഈ ആളുകളെ തിരിച്ചുകൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഗൂഢശ്രമങ്ങൾ ശത്രുക്കൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. നേരത്തെ തന്നെ പലതരത്തിലുള്ള കരുനീക്കങ്ങളും നടത്തിയതിനു ശേഷമാണ് ശത്രുക്കൾ അവിടെ എത്തിയത്. ആദ്യമായി തന്നെ അവർ ചെയ്യുന്നത് അവിടുത്തെ പണ്ഡിതന്മാർ, പുരോഹിതന്മാര്, അതുപോലെ തന്നെ നാട്ടുപ്രമാണിമാര് അവരെയൊക്കെ പോയി കണ്ട് അവർക്കൊക്കെ പാരിതോഷികങ്ങളും കൈക്കൂലിയും കൊടുത്ത് അവരെ വശീകരിക്കുകയാണ്. ഈ ആളുകളെ ഞങ്ങളുടെ നാട്ടിലേക്ക് തിരിച്ചയക്കാൻ വേണ്ടി രാജാവിന്റെ അടുത്ത് സമ്മർദ്ദവും ശുപാർശയും ചെലുത്തണം എന്നാവശ്യപ്പെടുകയാണ്. അങ്ങനെ ആ പാരിതോഷികങ്ങളും സമ്മാനങ്ങളും ഒക്കെ വാങ്ങി, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ കൈക്കൂലികൾ വാങ്ങി, അവർ രാജാവിന്റെ അടുത്തേക്ക് ഈ വ്യക്തികളെല്ലാം തന്നെ കൊണ്ടുവരികയും രാജാവിന്റെ മുന്നിൽ വെച്ചുകൊണ്ട് ഇവരുടെ അവസ്ഥ എന്താണെന്ന് വിശദീകരിക്കാൻ രാജാവ് ആവശ്യപ്പെട്ടപ്പോൾ ജഅഫർ ബിൻ അബീ ത്വാലിബ് അവരോട് പറയുന്നുണ്ട്, ഞങ്ങള് വിവരമില്ലാത്ത ഒരു ജനതയായിരുന്നു, തോന്യാസികളായിരുന്നു, വ്യഭിചാരികളായിരുന്നു, മദ്യപാനികളായിരുന്നു, അക്രമികളായിരുന്നു, കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്നുള്ള രൂപത്തിൽ ജീവിക്കുന്നവനായിരുന്നു. സാധാരണക്കാരായ ആളുകൾക്കൊന്നും ഞങ്ങളുടെ ഇടയിൽ ഒരു രക്ഷയും ഉണ്ടായിരുന്നില്ല. പാവങ്ങളെ ശ്രദ്ധിക്കാൻ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ നീതിക്ക് വേണ്ടി നിലകൊള്ളുന്നവർ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ വളരെ ദുഷിച്ചവരും വളരെ തരംകെട്ടവരും വളരെ കെട്ടുമാറുന്നവരുമായ ഒരു ജനസമൂഹമായിരുന്നു ഞങ്ങൾ. ഞങ്ങളിൽ നിന്ന് തന്നെയുള്ള ഒരു വ്യക്തിയെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനായി നിയോഗിച്ചു. ആ വ്യക്തിയെ ഞങ്ങൾക്കറിയാം. അദ്ദേഹം ആരുടെ മകനാണ്, അദ്ദേഹത്തിന്റെ ജീവിതം എന്താണ്, അദ്ദേഹത്തിന്റെ വിശുദ്ധി എന്താണ്, അദ്ദേഹം ഏത് രൂപത്തിലുള്ള ആളാണ് എന്നൊക്കെ ഞങ്ങൾക്ക് നേരത്തെ അറിയുന്നതാണ്. അദ്ദേഹത്തിന്റെ സത്യസന്ധത, അദ്ദേഹത്തിന്റെ മാന്യത, അദ്ദേഹത്തിന്റേതായ ആദരവ്, ഇതൊക്കെ ഞങ്ങൾക്ക് അറിയാവുന്ന ഒരു വ്യക്തിത്വമാണ്. അദ്ദേഹം വന്നുകൊണ്ട് ഞങ്ങളോട് ഇന്ന കാര്യങ്ങളൊക്കെ ഉപദേശിച്ചു. പാവങ്ങളെ ദ്രോഹിക്കരുത്, അവരെ സഹായിക്കണം, അവർക്ക് അന്നം കൊടുക്കണം, അവരുടെ കാര്യങ്ങൾ പരിഗണിക്കണം, നമസ്കാരം നിലനിർത്തണം, വ്യഭിചരിക്കരുത്, മോഷണം നടത്തരുത്, മദ്യപിക്കരുത്, കൊലപാതകം ചെയ്യരുത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം ഞങ്ങളെ ഉപദേശിക്കുന്നു. അത് ഞങ്ങൾ സ്വീകരിക്കുന്നു. ഇത് മുഖേന ഞങ്ങളുടെ ജീവിതമാകെ മാറിയിരിക്കുകയാണ്. ഇതനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. പക്ഷെ ഞങ്ങളുടെ നാട്ടിൽ അതിന് നിവൃത്തിയില്ല. അവരുടെ ആ പഴയ ജീവിതത്തിലേക്ക് തന്നെ മടങ്ങിച്ചെല്ലണമെന്ന് അവർ ഞങ്ങളോട് നിർബന്ധിക്കുകയാണ്. താങ്കളെപ്പോലെയുള്ള ആളുകളുടെ അടുത്ത് വന്ന് ഞങ്ങൾ ഇങ്ങോട്ട് രക്ഷ ചോദിക്കുന്നത് ഇവിടെ സ്വൈരമായി ജീവിക്കാൻ അങ്ങേപ്പോലെയുള്ള നീതിമാന്മാർ ഞങ്ങളെ അനുവദിക്കും എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് ആ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ വന്നിട്ടുള്ളത് എന്ന് പറയുമ്പോൾ രാജാവിന് ഇവരെ സംബന്ധിച്ച് വിശ്വാസം വരികയും അവരുടെ അന്തസ്സും അതുപോലെ തന്നെ അവരുടെ സത്യസന്ധതയും അംഗീകരിച്ചു കൊടുക്കുകയും ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഈ ജഅഫർ ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ സംസാരത്തിൽ നിന്ന് പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ എന്തായിരുന്നു നടത്തിയിരുന്നത്, എന്ത് പ്രവർത്തനമായിരുന്നു സംഘടിപ്പിച്ചിരുന്നത് എന്നതിനെ സംബന്ധിച്ചുള്ള ഒരു രേഖാചിത്രം ലഭിക്കുന്നതാണ്. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമന് അവിടെ രാഷ്ട്രീയ അധികാരമില്ല. പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ രാജാവല്ല. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇസ്ലാമിന്റെ വിധികളും വിലക്കുകളും ഒക്കെ 100% ശക്തിയായി നടപ്പിലാക്കാനുള്ള ഒരു അധികാരവുമില്ല. പക്ഷേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സാധിക്കുന്ന എല്ലാ സാധ്യതകളും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എങ്ങനെയാണോ ഒരു മുസ്ലിം സമൂഹം ജീവിക്കേണ്ടത് അതിന്റെ മാതൃക സമർപ്പിക്കുകയാണ് ചെയ്യുന്നത്. ആ അടിസ്ഥാനത്തിലാണ് അവരോട് നിങ്ങൾ കൊലപാതകം നടത്തരുത്, മദ്യപിക്കരുത്, നിങ്ങൾ വ്യഭിചാരം ചെയ്യരുത്, അതുപോലെയുള്ള മ്ലേച്ഛമായ പ്രവർത്തനങ്ങളിൽ നിന്ന് വേറിട്ട് നിൽക്കണം എന്നുള്ള ധാർമ്മികമായ
ഉപദേശങ്ങൾ നൽകുന്നു. പരസ്പരം നിങ്ങൾ സഹായിക്കണം, പാവപ്പെട്ടവരായ ആളുകളെ നിങ്ങൾ സ്നേഹിക്കണം, അവരുടെ ആവശ്യങ്ങൾ നിങ്ങൾ നിവർത്തിച്ചു കൊടുക്കണം, അനാഥകളെ നിങ്ങൾ പീഡിപ്പിക്കരുത്, അതുപോലെ വഴിയാത്രക്കാർക്ക് നിങ്ങളുടെ സഹായങ്ങൾ കിട്ടണം. ആ രൂപത്തിൽ സമൂഹത്തിലെ ദരിദ്രരായ ആളുകളുണ്ടല്ലോ, അവരുടെ പ്രശ്നങ്ങൾ നിങ്ങൾ പരിഹരിക്കണം. അവർ രോഗികളാണ് എങ്കിൽ നിങ്ങൾ അവരെ ശുശ്രൂഷിക്കണം. അതുപോലെ തന്നെ പട്ടിണി കിടക്കുന്നവരാണ് എങ്കിൽ അവർക്ക് നിങ്ങൾ ആഹാരം കൊടുക്കണം. ഈ രൂപത്തിലുള്ള ജനസേവനപരമായ പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ മനുഷ്യസ്നേഹപരമായ പ്രവർത്തനങ്ങൾ ഇങ്ങനെ നടത്തിക്കൊണ്ട് എങ്ങനെയാണ് ഒരു യഥാർത്ഥ മുസ്ലിം ജീവിക്കേണ്ടത് എന്നതിന്റെ ചിത്രമാണ് പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ അവർക്ക് കാണിച്ചു കൊടുക്കുന്നത്. പിന്നീട് ഇസ്ലാമിന് ശക്തിയും സ്വാധീനവും ഒക്കെ കിട്ടുന്നതനുസരിച്ചുകൊണ്ട് കൂടുതൽ നിയമങ്ങളും കൂടുതൽ ഇസ്ലാമിന്റെ പ്രതിനിധാനവും തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിക്കുന്നത് മദീനയിലാണ് എന്നും നമുക്ക് കാണാൻ സാധിക്കുന്നു. അപ്പോൾ ഈ ജീവിതമൊക്കെ തന്നെ നമുക്ക് വെളിച്ചമാണ്. ഈ വെളിച്ചങ്ങളിലൂടെ നമുക്ക് ലഭിക്കുന്ന സന്ദേശം എന്താണെന്ന് വെച്ചാൽ അള്ളാഹുവിന്റെ ദീനിനെ പ്രതിനിധീകരിക്കാൻ ബാധ്യസ്ഥനാണ് എല്ലാ സത്യവിശ്വാസികളും. ആ അള്ളാഹുവിന്റെ ദീനിന്റെ കൽപ്പനകൾ എത്ര കണ്ട് അവന് പാലിക്കാൻ സാധിക്കുമോ അത്ര കണ്ട് അവൻ സ്വയം പാലിക്കുകയും അതുപോലെ തന്നെ അത് സമൂഹത്തിൽ എത്ര കണ്ട് അതിന് സ്വാധീനമുണ്ടാക്കി കൊടുക്കാൻ സാധിക്കുമോ അത്ര കണ്ട് അതിന് സ്വാധീനമുണ്ടാക്കി കൊടുക്കാൻ ശ്രമിക്കുകയും ചെയ്യുക എന്നുള്ളത് അവന്റെ ബാധ്യതയിൽപ്പെട്ടതാണ്. തവാസീ ബിൽ ഹഖ് വ തവാസീ ബിസ് സബ്ർ എന്ന് പറയുന്ന എന്ന് പറയുന്ന സത്യം കൊണ്ട് പരസ്പരം ഉപദേശിക്കുക എന്ന് പറയുന്നത് ഈ ഇസ്ലാമിന്റെ ധർമ്മങ്ങൾക്കും മൂല്യങ്ങൾക്കും സമൂഹത്തിൽ സ്വീകാര്യതയും അംഗീകാരവും നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അങ്ങനെയാകുമ്പോഴാണ് ഇസ്ലാമിന്റെ നന്മ മറ്റുള്ളവർക്ക് ബോധ്യപ്പെടുക. നിങ്ങൾ മുസ്ലിമീങ്ങൾ, ഈ മുസ്ലിമീങ്ങളും മുസ്ലിമീങ്ങളല്ലാത്തവരും മൂല്യങ്ങളിലോ സ്വഭാവചര്യകളിലോ നടപടിക്രമങ്ങളിലോ പ്രവർത്തനങ്ങളിലോ ഒരു വ്യത്യാസവുമില്ല എന്ന് സങ്കല്പിക്കുക. പിന്നെ എങ്ങനെയാണ് ഇസ്ലാമിന്റെ നന്മ ലോകം മനസ്സിലാക്കുക എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഇസ്ലാമിന്റെ നന്മ ലോകം മനസ്സിലാക്കണമെന്നുണ്ട് എങ്കിൽ ഈ മുസ്ലിമീങ്ങളായ ആളുകൾ ആ ഇസ്ലാമിന്റെ നന്മയും അതിൻ്റെതായ മൂല്യങ്ങളും പ്രകടമാവേണ്ടതുണ്ട്. ഇവർ കൊള്ളാവുന്നവരാണ്, ഇവർ യോഗ്യരാണ്, ഇവരെ പോലെയുള്ള വ്യക്തിത്വങ്ങളാണ് ഉണ്ടാവേണ്ടത് എന്ന് മനുഷ്യ സമൂഹത്തിന് തോന്നേണ്ടതുണ്ട്. ഇതൊക്കെ ഒരു ഇസ്ലാമികമായിട്ട് എല്ലാം പൂർണ്ണമായതിന് ശേഷം സാധിക്കേണ്ട ഒരു കാര്യമല്ല. ഓരോ സത്യവിശ്വാസിയും അവനവന്റെ ജീവിതത്തിൽ സാധിക്കുന്ന രീതിയിൽ ഇസ്ലാമിന്റേതായ ഈ കൽപ്പനകളും നിർദ്ദേശങ്ങളും ഒക്കെ പാലിക്കാനും നടപ്പാക്കാനും ബാധ്യസ്ഥരാണ്. അതുകൊണ്ടാണ് സമൂഹത്തിലെ ദൂഷ്യങ്ങളില്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി സാമൂഹികമായ കൂട്ടായ്മകൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുകയാണ് എങ്കിൽ ആ കൂട്ടായ്മകൾക്ക് നമുക്ക് ശ്രമിക്കണം. മദ്യപാനം ഒരു നാട്ടിന്റെ വിപത്താണ് എങ്കിൽ ഈ മദ്യപാനത്തിനെതിരായിട്ട് സാമൂഹികമായ കൂട്ടായ്മകൾ രൂപപ്പെടുത്തിയെടുക്കുക. അതിൽ സത്യവിശ്വാസികളായ ആളുകൾ, ഇസ്ലാമികമായ മൂല്യങ്ങൾ മുറുകെ പിടിക്കുന്ന ആളുകൾക്ക് നേതൃത്വപരമായ പങ്കുവഹിക്കാൻ സാധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ കളവും വ്യഭിചാരവും അതുപോലെയുള്ള ധാർമ്മികമായ ദൂഷ്യങ്ങളുമൊക്കെ ഒരു സമൂഹത്തിൽ പടർന്നു പിടിച്ചാൽ ആ സമൂഹത്തിൽ നിന്ന് അത് ദൂരീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ചെയ്യുക എന്നുള്ളത് നമ്മുടെ ദീനിയായ ബാധ്യതയായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ പട്ടിണി കിടക്കുന്ന ജനവിഭാഗം, പ്രയാസപ്പെടുന്ന ആളുകൾ, രോഗങ്ങളും ചികിത്സകൾ കിട്ടാതെ രോഗികളായിക്കൊണ്ട് വലയുന്ന ആളുകൾ, ഭവനങ്ങളില്ലാതെ കഷ്ടപ്പെടുന്നവരായ ആളുകൾ, അതുപോലെ ഉടുതുണിക്കും മറുതുണിയില്ലാതെ കണ്ട് പ്രയാസപ്പെടുന്നവരായ ആളുകൾ, ഇങ്ങനെ സമൂഹത്തിന്റെ പല ശ്രേണികളിലും പല രൂപത്തിൽ പ്രയാസപ്പെടുകയും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുകയും ചെയ്യുന്ന ആളുകളുണ്ടല്ലോ. ഈ ആളുകൾക്കൊക്കെ അത് ഇസ്ലാമിന്റേതായ മൂല്യങ്ങൾ മുറുകെ പിടിക്കുന്ന വ്യക്തികളാണ് താങ്ങും തണലുമായി കൊണ്ട് വർത്തിക്കേണ്ടത്. കാരണം അവർ ഭൗതികമായ താല്പര്യങ്ങൾക്ക് വേണ്ടി ആയിരിക്കില്ല ഇത് ചെയ്യുന്നത്. അള്ളാഹുവിന്റെ പുണ്യം കിട്ടുമെന്നും ഇത് ഞാൻ ചെയ്തിട്ടില്ല എങ്കിൽ അള്ളാഹു സുബ്ഹാനഹു തആല എന്നെ ചോദ്യം ചെയ്യുമെന്നുമുള്ള ആ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും അവർ അത് ചെയ്യുന്നത്. അങ്ങനെയുള്ള ആളുകളുടെ കൂട്ടായ്മകൾ രൂപപ്പെടുത്തിയെടുക്കുമ്പോൾ എന്താണ് ഈ ആളുകൾക്ക് ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാനുള്ള പ്രചോദനം എന്ന് ചിന്തിക്കാൻ മറ്റുള്ളവർ ബാധ്യസ്ഥരായിത്തീരും. അത് അവർ അവിശ്വസിക്കുന്ന അവരുടെ ആദർശമാണ്, അവരുടെ ദീനാണ്, ആ ദീനിന്റെ മഹത്വമാണ് എന്ന് മനസ്സിലാക്കാൻ അവർക്ക് അവസരങ്ങൾ കിട്ടും. ഇതാണ് ഇസ്ലാമിന്റെ പ്രതിനിധാനം യഥാർത്ഥത്തിൽ ഓരോ കാലഘട്ടത്തിലും ഉചിതമായ രീതിയിൽ നിർവഹിക്കാൻ നാം ബാധ്യസ്ഥരാണ് എന്ന് പറഞ്ഞതിന്റെ താല്പര്യം. ജനങ്ങൾ കടക്കെണിയിൽപ്പെട്ടുകൊണ്ട് പലിശയിൽപ്പെട്ടുകൊണ്ടും അതുപോലെ തന്നെ 100 തരത്തിലുള്ള സാമ്പത്തിക പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ അവർക്ക് താങ്ങും തണലുമായി കൊണ്ട് ഇസ്ലാമിന്റെ പലിശരഹിതമായ സഹായങ്ങൾ എത്തിക്കാനുള്ള സംവിധാനങ്ങൾ ചെയ്യൂ. ലോകത്ത് പലിശയിൽ അധിഷ്ഠിതമായ ബാങ്കുകളും അതുപോലെയുള്ള സാമ്പത്തിക സംവിധാനങ്ങളും ഒക്കെ എല്ലായിടത്തും എല്ലാ ആളുകളെയും
ഇങ്ങനെ മാന്തിക്കൊണ്ടിരിക്കുകയും അവരുടെ രക്തവും മജ്ജയും ഒക്കെ ഊറ്റിക്കുടിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുമ്പോൾ പലിശമുക്തമായ രീതിയിലുള്ള സാമ്പത്തിക സംവിധാനങ്ങൾ, പലിശയുക്തമായ രീതിയിലുള്ള ബാങ്കിംഗ് സിസ്റ്റമോ അല്ലെങ്കിൽ ഇൻഷുറൻസിന്റേതായ വ്യവസ്ഥകളോ ഒക്കെ നടപ്പിലാക്കി നിങ്ങൾ കാണിച്ചു കൊടുക്കൂ. അത് സാമ്പത്തിക മേഖലയിലുള്ള ഇസ്ലാമിന്റെ പ്രതിനിധാനമാണ്. ഈ രൂപത്തിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന എല്ലാ അവസരങ്ങളും ഇസ്ലാമിനെ പ്രതിനിധീകരിക്കാനും ഇസ്ലാമിന്റെ നന്മകൾ എന്താണെന്ന് ലോകത്തിന് മനസ്സിലാക്കാനും പറ്റുന്ന രീതിയിലുള്ള അവസരങ്ങളായി ഉപയോഗപ്പെടുത്താൻ മുസ്ലിമീങ്ങൾ ചെയ്യുകയാണ് എങ്കിൽ തീർച്ചയായും അതാണ് ഏറ്റവും ഉചിതമായ രീതിയിൽ അള്ളാഹുവിന്റെ ദീനിലേക്കുള്ള പ്രബോധനം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതിനെ സംബന്ധിച്ചിടത്തോളം ആധുനിക കാലഘട്ടത്തിലെ മുസ്ലിം സമൂഹം ബോധവാന്മാരാവേണ്ടതുണ്ട്. ഇത് അവരുടെ ഒരു ബാധ്യതയാണെന്ന് അവർ മനസ്സിലാക്കുകയും ചെയ്യേണ്ടതുണ്ട്. തിന്മ അതിങ്ങനെ തേർവാഴ്ച നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതിൽ നിന്ന് എനിക്ക് എന്ത് ലാഭം കിട്ടുമെന്നും ഞാൻ അതിന്റെ ഉപഭോക്താവായിക്കൊണ്ട് മാറിയാൽ എത്ര കണ്ട് എനിക്ക് നേടാൻ സാധിക്കുമെന്നുമാണ് പലപ്പോഴും നാമും നമ്മുടെ സമുദായവും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അത് തീർച്ചയായും തന്നെ ഇസ്ലാമിന്റെ തറമാന്തലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഇസ്ലാമിന്റെ തറകൾ മാന്താതെ കണ്ട് ഇസ്ലാമിന്റെ അനുയായികളും മക്കളുമായി കൊണ്ട് നടക്കുന്ന ആളുകൾ ഇസ്ലാമിന്റെ അതിന് ശക്തി പകരുന്നതിന് വേണ്ടിയും അതിലേക്ക് ലോകശ്രദ്ധ തിരിക്കുന്നതിന് വേണ്ടിയിട്ടുമുള്ള പ്രവർത്തനങ്ങൾ ഏർപ്പെടണം. അതാണ് ഈ കാലഘട്ടത്തിന്റെ ആവശ്യം. അതാണ് മനുഷ്യരാശിയുടെ നന്മയ്ക്ക് ആവശ്യമായിട്ടുള്ളത് എന്ന സന്ദേശമാണ് ഈ സന്ദർഭത്തിൽ നൽകാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ ഭയന്നുകൊണ്ട് ജീവിക്കുന്ന സജ്ജനങ്ങളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ.